പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് രാത്രി 12 മുതൽ. പണിമുടക്ക് നാളെ അർദ്ധരാത്രി വരെ. വാഹന ഗതാഗതം തടസ്സപ്പെട്ടേക്കും. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ. പണിമുടക്കിൽ വലഞ്ഞ് ജനം. വെള്ളാങ്കല്ലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. പൊട്ടിത്തെറിയുണ്ടായത് ലൈറ്റിടാനായി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ. കേരളത്തിൽ മികച്ച ചികിത്സ ലഭിക്കുമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നുവെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. സർക്കാർ ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാന് ബോധ്യമായെന്നും സണ്ണി ജോസഫ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്രാ ദുരിതം രൂക്ഷം. തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്ന് വേലൂർ പുറാഞ്ചേരി വഴി തിരിഞ്ഞു പോകാൻ നിർദ്ദേശം. നമസ്കാരം. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് രാത്രി 12 മുതൽ. 24 മണിക്കൂർ പണിമുടക്ക് നാളെ രാത്രി 12 വരെ നീളും. കേന്ദ്ര സംസ്ഥാന സർക്കാർ, പൊതുമേഖലാ, ബാങ്കിംഗ് ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ, കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ബസ്സുകൾ സർവീസ് നടത്തില്ല. ടാക്സി, ഓട്ടോ സർവീസുകളും തടസ്സപ്പെടും. ഗതാഗത സൌകര്യം ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. അതേസമയം കെഎസ്ആർടിസി ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഴുവൻ ജീവനക്കാരും ഹാജരാകണമെന്നും സർവീസുകൾ നടത്തണമെന്നുമാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ബസ്സുടമ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കി വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ്, ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക, ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ഈ ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നതും GPS, സ്പീഡ് ഗവർണർ, ക്യാമറകൾ എന്നിവ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമായി ഇതിനെ കാണേണ്ടതില്ല. ഇത് കാലങ്ങളായി ₹1 നിരക്കിൽ ഏതാണ്ട് 12 വർഷത്തോളമായി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ചാർജ് വർധന പ്രാബല്യത്തിൽ വന്നിട്ട്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം. കേരളത്തിലെ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്ന് പോലീസ് ക്ലിയറൻസ് നടപ്പാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്യ സംസ്ഥാന തൊഴിലാളികളില്ലാത്ത ഒരു വലിയ മേഖലയാണ് ഇന്ന് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല. ആ മേഖലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ മേഖലയിലെ സ്വദേശീയരായ തൊഴിലാളികൾക്ക് PCC നിർബന്ധമാക്കിയിട്ടുള്ളത്. സർവീസ് നിർത്തിവെക്കുന്ന ഒരു സമരം ആഹ്വാനം ചെയ്തിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരു മന്ത്രി ആ ഒരു ചർച്ച വിളിക്കുകയോ അതിലൊന്ന് സംസാരിക്കാൻ തയ്യാറാവുകയോ ഉണ്ടായിട്ടില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പൊതുഗതാഗത സംവിധാനം ഏറെക്കുറെ നിശ്ചലമായി. എന്നാൽ തൃശൂർ കാഞ്ഞാണി റൂട്ടിൽ കിരൺ മോട്ടോഴ്സ് സർവീസ് നടത്തി. ഇതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമിതി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ് തടഞ്ഞ് രംഗത്തെത്തി. അദ്ദേഹം ഒരു സംഘടനയിലില്ല. അദ്ദേഹം ഞാൻ ബസ് ഓടിക്കും, വേറെ ഒന്നുമില്ല, ഞാൻ ബസ് ഓടിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ശക്തൻ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച് ആ ബസ് തടഞ്ഞത്. കേരളത്തിൽ ഒരൊറ്റ ബസ്സുകൾ ഇന്നിപ്പോൾ നിരത്തിലിറങ്ങിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി സംഘടനകൾ മുന്നോട്ട് പോകും. മുൻകൂട്ടി പ്രഖ്യാപിച്ച പണിമുടക്കായതിനാൽ തന്നെ ഭൂരിഭാഗം യാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളെയും സമാന്തര സർവീസുകളെയും ആശ്രയിച്ചു. KSRTC തൃശൂരിൽ നിന്നും ആവശ്യാനുസരണം വിവിധ ഭാഗങ്ങളിലേക്ക് അധിക സർവീസും നടത്തി. ഇത് ദീർഘദൂര യാത്രക്കാർക്കടക്കം സഹായകരമായി. റെയിൽവേ സ്റ്റേഷനിലും സാധാരണയിൽ കവിഞ്ഞ തിരക്ക് അനുഭവപ്പെട്ടില്ല. തങ്ങളുടെ ന്യായമായ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള അനിശ്ചിതകാല സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി. സൂചനാ പണിമുടക്കിന് പുറമെ ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിലും സംയുക്ത സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ തുടർച്ചയായ 2 ദിവസം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് സർവീസ് നിശ്ചലമാകും. ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രൻ, ഭാര്യ ജയശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിത്തെറിയുണ്ടായി. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പ് വാതിലടക്കം തകർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലെയും ഗ്യാസ് നിറഞ്ഞു നിന്നിരുന്നതിനാൽ മുറികളെല്ലാം തീ പടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്.
അപകടത്തിൽ പരിക്കേറ്റ ഇവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജയശ്രീയുടെ നില അതീവ ഗുരുതരമാണ്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സർക്കാർ ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാന് തന്നെ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നുവെന്നും ഇവിടെ നല്ല ചികിത്സ ലഭിക്കുമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നുവെന്നും കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ആശുപത്രിയിൽ നിന്നും മാറി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയില്ലായിരുന്നുവെങ്കിൽ തന്റെ ജീവൻ നഷ്ടമായേനെ എന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ഗവൺമെന്റ് കൊട്ടിഘോഷിക്കുന്ന ഗുണഫലങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതിന് തെളിവാണ്. തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തിരുത്തൽ വരുത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രി ആ ഡോക്ടറെ ശാസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാർ ആശുപത്രികളുടെ പ്രതിസന്ധി മന്ത്രി സജി ചെറിയാൻ തന്നെ പരസ്യമായിട്ട് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു. സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം തെളിവുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് യൂറോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് തലവൻ ഹാരിസ് ഹസൻ അവിടുത്തെ ആശുപത്രിയുടെ ദയനീയ അവസ്ഥ വെളിപ്പെടുത്തിയത്. അതിനെ ഗവൺമെന്റ് തിരുത്തൽ വരുത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ നിലപാട് മറിച്ചായിരുന്നു. മുഖ്യമന്ത്രി ആ ഡോക്ടറെ ശാസിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. കേരളത്തിന്റെ ആരോഗ്യരംഗം സുശക്തമാക്കാൻ ഏറ്റവും ആത്മാർത്ഥമായ പരിശ്രമം നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. കേരളത്തിൽ നല്ല ചികിത്സാ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചികിത്സ തേടുമല്ലോ. അപ്പം മന്ത്രി തന്നെ പറഞ്ഞതിൽ നിന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സാർത്ഥമുള്ള വിദേശയാത്രയും വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. കേരളത്തിന്റെ ആരോഗ്യരംഗം സുശക്തമാക്കാനുള്ള പ്രവർത്തനം നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. എല്ലാ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് എന്നതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലക്ഷ്യം. അതിനുള്ള എല്ലാ അനുമതിയും നൽകി. പക്ഷേ സംസ്ഥാന സർക്കാർ ആ പദ്ധതികളെല്ലാം അവഗണിക്കുകയാണെന്നും അതിനെതിരെയുള്ള ജനരോഷം ശക്തമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. TCV തൃശൂർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്രാ ദുരിതം രൂക്ഷം. തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്ന് വേലൂർ കുറാഞ്ചേരി വഴി തിരിഞ്ഞു പോകാൻ നിർദ്ദേശം. കേച്ചേരിയിൽ നിന്ന് തൃശൂരിലേക്ക് 17 കിലോമീറ്റർ ദൂരമാണുള്ളത്. എന്നാൽ കുറാഞ്ചേരി വഴി എത്താൻ 25 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കണം. മുതുവറയിലും പുഴയ്ക്കലിലും കുരുക്ക് രൂക്ഷമാണ്. പോലീസിനെ നിർത്തി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും കുരുക്കഴിക്കാനാകുന്നില്ല. പൂങ്കുന്നം MLA റോഡിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. കാലം ചെയ്ത കൽതായ സഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ മാർ അപ്രേമിന്റെ പൊതുദർശനം തുടരുന്നു. ബുധനാഴ്ചയും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ പൊതുദർശനമുണ്ടാകും. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേരാണ് മാർ അപ്രേമിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സമദ് സമദാനി തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് നഗരി കാണിക്കൽ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 1-ന് മാർത്തമറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ മുൻ മെത്രാപ്പൊലീത്ത മാർ അപ്രേമിന്റെ വിയോഗത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും വൈദികരും വിവിധ സംഘടനാ പ്രതിനിധികളും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിലെത്തി അനുശോചനം അർപ്പിച്ചു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിതം നയിച്ച നല്ലൊരു ചരിത്രകാരനും ആത്മീയ നേതാവും വാഗ്മിയും നർമ്മബോധവുമുള്ള വ്യക്തിത്വത്തിനുടമയുമായിരുന്നു മാർ അപ്രേമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവലിന്റെയും കാർമ്മികത്വത്തിൽ ചരമ ശുശ്രൂഷയുടെ ഭാഗമായുള്ള ഒപ്പീസ് അർപ്പിച്ചു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ചാവക്കാട് ബൈക്കിടിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാലയൂർ തളിയക്കുളത്തിന് സമീപം തകിടിയിൽ ജോൺ മകൻ 66 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി പാലയൂർ സെന്ററിന് സമീപമായിരുന്നു അപകടം. നടന്നുപോയിരുന്ന തോമസിനെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ അഴീക്കോട് വ്യാപക മോഷണം. ഷോപ്പിംഗ് കോംപ്ലക്സിലെയും വീടുകളിലെയും പമ്പിംഗ് മോട്ടോറുകൾ മോഷ്ടിച്ചു. മാനോൻ ബസാറിന് തെക്ക് വശം അലീഫ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ 5 മോട്ടോറുകളാണ് മോഷ്ടിച്ചത്. കെട്ടിടത്തിലെ ഫ്ളാറ്റുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന 3 മോട്ടോറുകളും സാൾട്ട് ആൻഡ് പെപ്പർ റെസ്റ്റോറന്റിലെ 2 മോട്ടോറുകളുമാണ് കവർന്നത്. കെട്ടിടത്തിലെ CCTV ക്യാമറയും വൈദ്യുതി ഫ്യൂസും അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പരിസരത്തെ ചില വീടുകളിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. വാർഡിന്റെ വരാന്തയിലെ PVC ഷീറ്റിൽ തീർത്ത സീലിംഗാണ് തകർന്നു വീണത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാക്കാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നുകൊടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്ത് പരിശോധിച്ചിരുന്നു. ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് പറയുന്നു. ഇത് വയറിങ്ങിന് വേണ്ടി അവര് ഈ ഷീറ്റൊക്കെ പൊളിച്ചപ്പോൾ അറിഞ്ഞിരുന്നത് വീണതാണ്. വേറെ ബേസിക് കംപ്ലൈൻറ്റ് ഉള്ളതല്ലാതെ ഇത് ICUവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ റിസർവിന് വേണ്ടി വന്നാൽ അങ്ങനെ എനിക്കപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ റിസർവ് വേണ്ടി വന്നാൽ എനിക്ക് മാറ്റി വെച്ചാൽ കേട്ടതാണ്. ഇതേ പണി ഇപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ട്. ഇന്നലെ അവർ വന്ന് ആ പണി ചെയ്തതിൻ്റെ അവർ പണി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഷീറ്റിൽ പോയിട്ടുണ്ടാകുന്നുണ്ട്. കാലപ്പറക്കുന്നത് പോയി നല്ല കണ്ടറിയാം. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് 1.25 കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത്. തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസൊലേഷൻ വാർഡ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചത്. TCV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഭാരവാഹികളായ വർഗീസ് തെക്കേത്തല, KN രാജൻ, സ്റ്റാൻലോ ജോർജ്, സിൻഡോ പുതുക്കാട്, ലിൻസൺ പല്ലൻ, PB നാരായണൻകുട്ടി, സിജു പയ്യപ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്നും 1.25 കോടി രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. ജില്ലയിലെ കടൽ തീരത്ത് 2 ഡോൾഫിനുകൾ ചത്തുപൊങ്ങിയത് കൊച്ചി കപ്പൽ അപകടത്തെ തുടർന്നുള്ള രാസമാലിന്യങ്ങൾ മൂലമാണെന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ്. ഈ സംശയം ഉന്നയിച്ച് ചാലക്കുടി DFO സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർക്ക് കത്തയച്ചു. ജൂൺ 26-നാണ് ആദ്യത്തെ ഡോൾഫിന്റെ ജഡം കടൽ തീരത്ത് പൊങ്ങിയത്. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ജൂൺ 27-നാണ് അതേ സ്ഥലത്ത് രണ്ടാമത്തെ ഡോൾഫിന്റെ ജഡം പൊങ്ങിയത്. അഴുകിയതിനാൽ സാമ്പിൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഈ 2 സംഭവങ്ങൾക്കും കൊച്ചി കപ്പൽ അപകടവുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായാണ് DFOയുടെ കത്തിൽ പറയുന്നത്. ഈ മാസം 1-നാണ് കത്തയച്ചത്. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെയ് 25-നാണ് 643 കണ്ടെയ്നറുകളുമായി എൽസ 3 എന്ന കപ്പൽ മുങ്ങിയത്. യുക്തിയെയും ശാസ്ത്രത്തെയും മതത്തിന്റെ പേരിൽ നിഷേധിക്കുന്നത് അല്പത്തരമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. പ്രമുഖ പ്രഭാഷകൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ ലേഖന സമാഹാരമായ ജെൻഡർ യുക്തിശാസ്ത്രം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈംഗിക അരാജകത്വത്തിലേക്കുള്ള വാതിൽ തുറക്കാനാകരുത് ലിംഗസമത്വം എന്ന വാദം. കേരളത്തിലെ ദൈവനിഷേധവാദത്തെ യുക്തിവാദം എന്ന് വിളിക്കാനാകില്ല. യുക്തി അശേഷമില്ലാത്ത അതിൽ അസഭ്യം മാത്രമാണുള്ളതെന്നും സമദാനി പറഞ്ഞു. ഒരു മൂല്യവും വേണ്ടെന്ന് പറയുന്നവർ വിനാശത്തിന്റെ കുഴലൂത്തുകാരും മരണത്തിന്റെ വ്യാപാരികളുമാണെന്നും അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. AV അബൂബക്കർ ഖാസിം അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, സുന്നത കേന്ദ്ര മുഷാവറ അംഗം സലാം ഭാഗവി വടക്കേക്കാട്, ഫാദർ പോൾ പുളിക്കൻ, സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ,
കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ അയ്യന്തോൾ കർഷക നഗറിലുള്ള കോർപ്പറേഷൻ കെട്ടിടം പൊളിക്കാതെ കോർപ്പറേഷൻ ഭരണസമിതി നടത്തിയ സമരത്തിനെതിരെ പുതൂർക്കര കോൺഗ്രസ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. അയ്യന്തോളിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗം മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ മേഫി ഡെൽസൺ, DCC സെക്രട്ടറി ബൈജു വർഗീസ്, DCC അംഗം K രാമനാഥൻ, അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് K സുരേഷ്, പുതൂർക്കര കോൺഗ്രസ് ഡിവിഷൻ പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർക്കര തുടങ്ങിയവർ സംസാരിച്ചു. ശോചനീയാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഡിവിഷൻ കൌൺസിലർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു. ഡാമിന്റെ റിവേഴ്സ് ലൂയിസ് വഴി പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവാണ് കൂട്ടിയത്. സെക്കൻഡിൽ 3.64 ഘനമീറ്റർ വെള്ളമാണ് അധികമായി പുറത്തേക്കൊഴുക്കുന്നത്. നിലവിൽ സ്ലൂയിസ് വഴി 16.36 ഘനമീറ്റർ വെള്ളവും KSEB വാൽവ് വഴി 6.36 ഘനമീറ്റർ വെള്ളവുമാണ് തുറന്നുവിടുന്നത്. കുറുമാലി പുഴയിൽ ജലനിരപ്പ് 10 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാളെ മുടിക്കോട് സർവീസ് റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വലിയ വാഹനങ്ങൾ ദേശീയപാത ഒഴിവാക്കി യാത്ര ചെയ്യണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. വലിയ വാഹനങ്ങൾ മണ്ണുത്തിയിൽ നിന്നും തിരിഞ്ഞ് തൃശൂർ വടക്കാഞ്ചേരി ഷൊർണൂർ വഴിയിലൂടെയും ചെറുവാഹനങ്ങൾ മണ്ണുത്തിയിൽ നിന്നും തിരിഞ്ഞ് ചിറക്കാക്കോട് താണിക്കോട് പാണഞ്ചേരി ചെമ്പൂത്ര വഴിയും യാത്ര ചെയ്യണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold & Diamondsൽ നിന്നും. SJ Gold & Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിൽ തിപ്പലശ്ശേരി സെന്ററിന് സമീപം പെട്ടിവണ്ടിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ തലക്കോട്ടുകര വീട്ടിൽ അജിത്ത്, തയ്യൂർ വട്ടംപറമ്പിൽ സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാർ റോഡരികിലെ കാനയിലേക്ക് വീണു. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്സു പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള കോൺഗ്രസിന്റെ UDF പ്രവേശനം സംബന്ധിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കക്ഷികളും UDFനോടൊപ്പം ഉണ്ടാകുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന് UDFിലേക്ക് വരാൻ തടസ്സമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. മുതിർന്ന നേതാക്കളെല്ലാം കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരു വാതിലും അടച്ചിട്ടില്ലെന്നും ഏതൊക്കെ കക്ഷികളാണ് UDFനോടൊപ്പം വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാനാകില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആ തന്ത്രങ്ങളെല്ലാം നിങ്ങളടുത്ത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. എന്തായാലും വരുന്ന 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFനോടൊപ്പം പല കക്ഷികളും എത്തിച്ചേരും.
നിത്യോപയോഗ സാധനങ്ങൾക്ക് തീപിടിച്ച വിലയാണെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ജില്ലയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിയും KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുന്ന സമരസംഗമം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിലക്കയറ്റം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമാണ്. സപ്ലൈകോ പ്രവർത്തിക്കുന്നില്ല. കാർഷിക മേഖല തകർന്നിരിക്കുന്നു. വന്യജീവി ആക്രമണം വാർത്തയല്ലാത്ത വിധം എല്ലാ ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തൊഴിലില്ലായ്മയും അതിരൂക്ഷമാണ്. റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ പോലും സമരം നടത്തേണ്ടി വരുന്നു. ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് 4 മാസമായിട്ടും കേരള സർക്കാർ സമരത്തെ അവഗണിക്കുകയാണ്. ഇതേസമയം PSC ചെയർമാന്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസം 2.5 ലക്ഷമായി വർദ്ധിപ്പിച്ചു നൽകി. PR ഏജൻസിയുടെയും പ്രതിഫലം വർദ്ധിപ്പിച്ചു നൽകി. സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായം ചെയ്യുകയും മറ്റുള്ളവരെ അവഗണിക്കുകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവതികളാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ സമരം ചെയ്തത് എങ്കിൽ ആ സമരത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല. ആശാവർക്കർമാരുടെ സമരം 4 മാസങ്ങളായി തിരുവനന്തപുരത്ത് ആ സമരം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ആ സമരത്തെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അതിന്റെ ചെയർമാന്റെ ശമ്പളം 4,10,000 വർദ്ധിപ്പിച്ചു. പിണറായി സർക്കാരിന്റെ ഒരു നടപടി അതായിരുന്നുവെങ്കിൽ സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രതിമാസ ശമ്പളം 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ പ്രതിഫലം കഴിഞ്ഞ മാസമാണ് വർദ്ധിപ്പിച്ചു നൽകിയത്. അപ്പൊ സർക്കാരിന് ആവശ്യമുള്ളവർക്ക് മാത്രം സഹായങ്ങൾ ചെയ്യുന്നു. പാവപ്പെട്ടവരെ പൂർണ്ണമായിട്ടും കേരള ഗവൺമെന്റ് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ വിജയനെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി വീണ ജോർജിനെയും സംരക്ഷിക്കാൻ നടത്തുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, സനീഷ് കുമാർ ജോസഫ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ശക്തമായ ചുഴലിക്കാറ്റിൽ കൊടങ്ങര കടമ്പോട് പ്രദേശത്ത് വീടിന്റെ ട്രസ് തകർന്നു. ഗൃഹനാഥൻ തലനാരിഴക്കി രക്ഷപ്പെട്ടു. കടമ്പോട് ആനന്ദകലാസമിതി വായനശാലയ്ക്ക് സമീപമുള്ള നിരപ്പേൽ പുത്തൻപുരയ്ക്കൽ PU സിറിയക്കിന്റെ വീടിനാണ് നാശമുണ്ടായത്. മഴയും കാറ്റും വന്നപ്പം വലിയ ഭീകരമായ സൗണ്ടോടുകൂടി റെസ്റ്റോർക്ക് താഴത്തേക്ക് ഒടിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. ഞാൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഓടി രക്ഷപ്പെടുകയായിരുന്നു. വൻ ശബ്ദത്തോടെ ആഞ്ഞുവീശിയ കാറ്റിൽ 2,500ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരുന്ന ട്രസ് തൂണുകൾ മറിഞ്ഞ് വീടിന് പുറകുവശത്തേക്ക് ചരിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം വീടിന് തൊട്ടടുത്തു നിന്ന് ജാതിക്ക പിറക്കുകയായിരുന്ന ഗൃഹനാഥൻ പിയൂസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന് ഭാഗികമായി കേടുപറ്റി. 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി PU സിറിയക് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മധുരമുള്ളതും കൗതുകം നിറഞ്ഞതും ഉൾപ്പെടെ 80ലധികം വ്യത്യസ്ത ഇനം പൈനാപ്പിളുകൾ നട്ടുവളർത്തി ശ്രദ്ധേയനാകുകയാണ് തൃശൂർ സ്വദേശിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. കുറ്റൂർ സ്വദേശി ഫ്രാങ്കോ ജോസഫിന്റെ ഏദൻ ഗാർഡനിലാണ് പൈനാപ്പിളുകളുടെ വൈവിധ്യമാർന്ന ശേഖരമുള്ളത്. 20 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഫ്രാങ്കോ കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഇത്രയധികം വ്യത്യസ്ത പൈനാപ്പിൾ തൈകൾ ശേഖരിച്ചത്. ലോകത്താകെയുള്ള 250ഓളം ഇനങ്ങളിൽ 80 എണ്ണം ഇതിനോടകം തന്റെ ഏദൻ ഗാർഡനിൽ നട്ടുവളർത്തിക്കഴിഞ്ഞു. കോസ്റ്റാറിക്ക, ഹംഗറി, കെനിയ, നൈജീരിയ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും അസം, മേഘാലയ, നാഗാലാൻഡ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവ എത്തിച്ചിരിക്കുന്നത്. കൂടാതെ കേരളത്തിൽ അന്യം നിന്നു പോകുന്നതും ആദിവാസികൾക്കിടയിൽ നിന്ന് ശേഖരിച്ചതുമായ കൊച്ചു തമ്പുരാട്ടി, വലിയ തമ്പുരാട്ടി, വെള്ളമുണ്ട, ചുവന്നമുണ്ട, കൂന്താണി തുടങ്ങിയ 8ഓളം നാടൻ ഇനങ്ങളും ഏദൻ ഗാർഡനിൽ നട്ട് സംരക്ഷിച്ചു വരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മധുരമുള്ള പൈനാപ്പിൾ എന്ന് വിശേഷണമുള്ള ആഫ്രിക്കൻ ഷുഗർ ലോഫ്, തേൻ രുചിയുള്ള ഹണി ഗ്ലോ, മാങ്ങയുടെ രുചിയുള്ള മാംഗോ പൈനാപ്പിൾ, ചുവന്നു തൊടുത്ത റെഡ് ഡ്രാഗൺ, അതിമധുരമുള്ള പെറോള, വാഷിംഗ്ടൺ, സീലാഷ്, മേഘാലയ മിട്ടി തുടങ്ങിയവയെല്ലാം എടുത്തുപറയേണ്ട ഇവിടുത്തെ പ്രധാന ഇനങ്ങളാണ്. കൂടാതെ ഒരു പൈനാപ്പിളിന് ചുറ്റും 100ഓളം ചെറു പൈനാപ്പിൾ ഉണ്ടാക്കുന്ന മെഡൂസ, ആഫ്രിക്കൻ, മെക്സിക്കൻ, നൈജീരിയൻ ജെയിൻറൂകൾ, 2.5 അടിയോളം ഉയരം വെക്കുന്ന കൂന്താണി, ഐനിച്ചക്ക പോലെ ചുള അടർത്തിയെടുക്കാവുന്ന ഹാൻഡ്പൂൾ തുടങ്ങി കൗതുക കാഴ്ച സമ്മാനിക്കുന്ന നിരവധി പൈനാപ്പിൾ ചെടികളാണ് ഏദൻ ഗാർഡനിലുള്ളത്.
തൈ നട്ട് 9 മാസം കൊണ്ട് പൂവിടുകയും 12 മാസം കൊണ്ട് വിളവെടുക്കാൻ പാകമാകുകയും ചെയ്യും. തന്റെ ജോലിത്തിരക്കുകൾക്കിടയിലും കൂടുതൽ വ്യത്യസ്ത ഇനങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും തൈകളുടെ വിൽപ്പനയിലൂടെ നല്ല വരുമാനം നേടാൻ സാധിക്കുമെന്നും ഫ്രാങ്കോ ജോസഫ് പറയുന്നു. 80-ലധികം പൈനാപ്പിൾ വെറൈറ്റീസ് ഉണ്ട്. കേരളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് വെറൈറ്റികളുണ്ട്. ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വെറൈറ്റികളുണ്ട്. അതുപോലെ നമ്മൾ ലോകത്തിൻ്റെ പൈനാപ്പിൾ വളരുന്ന ഒരുവിധ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പൈനാപ്പിൾ വെറൈറ്റീസ് നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വെറൈറ്റീസ് സംഘടിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. പെട്ടെന്ന് തന്നെ ഒരു സെഞ്ചുറി അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും അതിലുള്ള വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറോള എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതുപോലെ ആഫ്രിക്കൻ ഷുഗർ ലോഫ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. വാഷിങ്ടൺ ഉണ്ട്. സീലാഷ് ഉണ്ട്. വാട്ടർമെലൻ ഉണ്ട്. അതുപോലെ മാംഗോ ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും മധുരമുള്ള വെറൈറ്റികൾ. അതുപോലെ ഏറ്റവും വലിപ്പമുള്ളൊരു വെറൈറ്റി ഉണ്ട്, മെക്സിക്കൻ ക്യൂജാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതൊരു 6 കിലോയ്ക്ക് മീതെ വലിപ്പം വരെ നല്ലൊരു വെറൈറ്റിയാണ്. മോഹവില നൽകിയും പരസ്പരം കൈമാറ്റം നടത്തിയുമാണ് പല ഇനം തൈകളും സ്വായത്തമാക്കിയത്. വലിയ ചട്ടികളിലാണ് പൈനാപ്പിളുകൾ നട്ടുവളർത്തിയിരിക്കുന്നത്. ഇതിനധികം പരിപാലനവും ആവശ്യമില്ല. പൈനാപ്പിളുകൾക്ക് പുറമെ 70ഓളം ഇനം വാഴ, 30ഓളം ഇനം പേരയ്ക്ക, 15ഓളം ഇനം ചാമ്പ തുടങ്ങിയ ഉൾപ്പെടെ 350ലധികം ഫ്രൂട്ട് പ്ലാന്റുകളും ഏദൻ ഗാർഡനിൽ ഫ്രാങ്കോ നട്ടുപരിപാലിച്ചു വരുന്നുണ്ട്. അധ്യാപികയായ ഭാര്യ ബിന്ദുവും ഡോക്ടറായ മകൾ നിവ്യയും ഫ്രാങ്കോയുടെ ഉദ്യമത്തിന് സർവ്വ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ബാറിൽ വെച്ച് ചിരിച്ചതിലുള്ള വൈരാഗ്യത്താൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിൽ. പെരിങ്ങോട്ടുകര വടക്കുമുറി സ്വദേശി സുരേഷ് കുമാറും സുഹൃത്തും തൃപ്രയാറുള്ള ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കെയാണ് മർദ്ദനം. സുരേഷ് കുമാറിന് പരിചയമുള്ള പ്രതിയെ നോക്കി ചിരിച്ചതിനാണ് മർദ്ദിച്ചത്. പ്രതിയായ താന്യം ചെമ്മാപ്പള്ളി സ്വദേശി കോരമ്പി വീട്ടിൽ അജീഷിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ ദേശാടന പക്ഷിയെ അവശനിലയിൽ കണ്ടെത്തി. ചുവന്ന കൊക്കുള്ള ട്രോപ്പിക് പക്ഷി എന്നറിയപ്പെടുന്ന ഫെതോൺ എത്തറിയസ് ഇനത്തിൽപ്പെട്ട പക്ഷിയെയാണ് കണ്ടെത്തിയത്. മുനയ്ക്കൽ ബീച്ചിൽ പ്രഭാത സവാരിക്കെത്തിയവരാണ് പക്ഷിയെ കണ്ടത്. പറക്കാനാകാതെ തളർന്നിരിക്കുകയായിരുന്ന പക്ഷിയെ ഇവർ ബീച്ചിലെ വാച്ച്മാനെ ഏൽപ്പിക്കുകയായിരുന്നു. അനിമൽ റെസ്ക്യൂവറായ താഹിർ അഴീക്കോട് പക്ഷിയെ ഏറ്റെടുത്തു. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം പക്ഷിയെ വിട്ടയക്കുമെന്ന് താഹിർ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് ട്രോപ്പിക് പക്ഷികളെ കാണപ്പെടുന്നത്. കുന്നംകുളം മങ്ങാട് റോഡിൽ വെട്ടിക്കടവ് പാലത്തിന് സമീപം സംരക്ഷണ ഭിത്തിയില്ലാത്തത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നു. ഒരു വശത്ത് തോടും മറുവശത്ത് പാടവുമുള്ള റോഡിന്റെ അരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. വീതി കുറവുള്ള റോഡിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സൈഡ് കൊടുക്കുമ്പോൾ പാടത്തേക്ക് മറിയുമെന്ന പേടിയിലാണ് വാഹനയാത്രികർ. റോഡിനിരുവശവും പാഴ്പുല്ലുകൾ വളർന്നതോടെ അരികുവശം കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഗുരുവായൂർ നഗരസഭ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങുന്നതായി പരാതി. ഇതുമൂലം രോഗികൾ ദുരിതക്കിടക്കയിൽ. കിടപ്പ് രോഗികൾക്ക് ചികിത്സ മുടങ്ങുന്നുവെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് KP ഉദയന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരായ KPA റഷീദ്, VK സുജിത്ത്, CA സൂരജ് എന്നിവർ ആശുപത്രി സന്ദർശിച്ചു. ജീവനക്കാരില്ലാത്തതിനാൽ 10 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്ത രോഗിക്ക് 1 മാസത്തിലധികം കിടക്കേണ്ടി വന്നതായി ഇവർ പറഞ്ഞു. ഈ ആയുർവേദ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് ഉഴിച്ചിലുകാരില്ല. ഒരു 10 ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യന്റ് 1 മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിന്റെ പോരായ്മകളാണ് അവരവിടെ അനുഭവമായി പറയുന്നത്. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിക്കും DMOയ്ക്കും പരാതി നൽകും. ആശുപത്രിയിൽ ഒരു പുരുഷ തെറാപ്പിസ്റ്റ് മാത്രമാണ് ഉള്ളത്. ഇയാൾ അവധിയെടുക്കുമ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റാണ് തെറാപ്പി നൽകേണ്ടത്. എന്നാൽ 2 നഴ്സിംഗ് അസിസ്റ്റന്റും സ്ത്രീകളാണ്. അതുകൊണ്ടാണ് പുരുഷ രോഗികളുടെ തെറാപ്പി മുടങ്ങുന്നതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഉമാ കെ ശങ്കർ പറഞ്ഞു. സ്ഥാപനത്തില് കൂടി ഒരു മെയിൽ തെറാപ്പിസ്റ്റ് നാഷണൽ മിഷനാണ് അനുവദിച്ചിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റിന് തെറാപ്പിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ പേഷ്യൻസിനുള്ള കിടപ്പ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല, തെറാപ്പി ചെയ്യാനായിട്ട് സാധ്യമല്ല. ഒരു ദിവസം അവർക്ക് ലീവ് വരുമ്പോൾ, അവർക്ക് ലീവ് അർഹതപ്പെട്ടതാണ്, ലീവ് വരുമ്പോൾ ആ ഒരു ദിവസം ട്രീറ്റ്മെന്റ് മുടങ്ങാറുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് മെയിലില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് മുടങ്ങിപ്പോകുന്നത്. രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. മാവിൻ ചുവടുള്ള കെട്ടിടം പൊളിച്ചു പണിയുന്നതിനാൽ 10 മാസത്തോളമായി കിഴക്കേനടയിലെ അമ്പാടി ടൂറിസ്റ്റ് ഹോം കെട്ടിടത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം.
ബലക്ഷ്യം നേരിടുന്നതിനാൽ നഗരസഭ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമാണിത്. വിള്ളൽ വീണ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. TCV ഗുരുവായൂർ. കുന്നംകുളത്ത് 1.25 കിലോ കഞ്ചാവുമായി കാണിപ്പയ്യൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി പുളിയാമ്പറമ്പിൽ വീട്ടിൽ മജോ, പുതുശ്ശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ നിജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. മേഖലയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ചൂണ്ടൽ സെന്ററിൽ നിന്ന് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മുൻപും കഞ്ചാവുമായി പ്രതികൾ പിടിയിലായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചൂണ്ടൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ബോട്ടിൽ ബൂത്തുകളിൽ നിക്ഷേപിക്കുന്ന കുപ്പികൾ നീക്കം ചെയ്യാത്തതിനാൽ നിറഞ്ഞു കവിയുന്നു. കടവല്ലൂർ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോട്ടിൽ ബൂത്തുകളിലാണ് കുപ്പികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ബൂത്തുകളിൽ കുപ്പികൾക്ക് പുറമെ ഭക്ഷണാവശിഷ്ടങ്ങളടങ്ങിയ പ്ലാസ്റ്റിക് കവറുകളും മദ്യക്കുപ്പികളും നിക്ഷേപിക്കുന്നത് ദുർഗന്ധത്തിനും കാരണമാകുന്നുണ്ട്. മഴക്കാലമായതിനാൽ കുപ്പികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകൾ പെരുകാനും സാധ്യതയുണ്ട്. അധികൃതർ ഇടപെട്ട് ഇവ സമയബന്ധിതമായി നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. തൃശൂരിലെ ജീവകാരുണ്യ സംഘടനയായ ഹൃദയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിന് സമ്മാനിച്ചു. പോപ്പോൾ മേഴ്സി ഹോമിൽ നടന്ന പുരസ്കാര സമർപ്പണം ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ഏറ്റുവാങ്ങി. കരുതിക്കൂട്ടി വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന കരുണ പറ്റിയ സമൂഹമായി നാട് മാറിയെന്ന് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. സ്നേഹശൂന്യതയാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ സാഹചര്യത്തിലാണ് ഹൃദയ ഫൗണ്ടേഷന്റെ നന്മയുള്ള പ്രവൃത്തി എന്നത് പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹൃദയ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കവയിത്രി ശ്രീദേവി അമ്പലപുരം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, ഹൃദയ ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ട്രഷറർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, എക്സിക്യൂട്ടീവ് അംഗം എൽദോ തോമസ്, പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബുദ്ധിവൈകല്യമുള്ള 300-ലധികം കുട്ടികളെ പരിശീലിപ്പിക്കുകയും എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ചികിത്സയും തളർന്ന രോഗികൾക്കുള്ള പരിപാലനവും നൽകുന്നതാണ് പോപ്പോൾ മേഴ്സി ഹോമിനെ അവാർഡിന് അർഹമാക്കിയത്. തൃശൂരിലെ 1000-ഓളം വ്യക്തികളുടെ കൂട്ടായ്മയായ ഹൃദയ ഫൗണ്ടേഷൻ 365 ദിവസവും സൗജന്യ ഡയാലിസിസ്, സൗജന്യ കീമോതെറാപ്പി, നിർധനർക്കുള്ള ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവനരഹിതരായവർക്ക് വീട് എന്നിങ്ങനെയുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക സൃഷ്ടിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് രാത്രി 12 മുതൽ. പണിമുടക്ക് നാളെ അർദ്ധരാത്രി വരെ. വാഹന ഗതാഗതം തടസ്സപ്പെട്ടേക്കും. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ഉടമകൾ. പണിമുടക്കിൽ വലഞ്ഞ ജനം. വെള്ളാങ്ങല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ച് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. പൊട്ടിത്തെറിയുണ്ടായത് ലൈറ്റ് ഇടാനായി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ. കേരളത്തിൽ മികച്ച ചികിത്സ ലഭിക്കുമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. സർക്കാർ ആശുപത്രിയിലെ പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രി സജി ചെറിയാനെ ബോധ്യമായെന്നും സണ്ണി ജോസഫ്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്രാ ദുരിതം രൂക്ഷം. തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ കേച്ചേരിയിൽ നിന്ന് വേലൂർ കുറാഞ്ചേരി വഴി തിരിഞ്ഞു പോകാൻ നിർദ്ദേശം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.